Hello and welcome to my channel In the Kitchen with Bindu. ഞാൻ ബിന്ദു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല. അപ്പം നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വെളുത്തുള്ളി പൊളിച്ചെടുക്കാം, പിന്നെ അത് ഒരു മാസത്തോളം നമുക്ക് എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഒട്ടും അളിഞ്ഞു പോകാതെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് ഒരു ടിപ്സും ട്രിക്സും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വെളുത്തുള്ളി എന്തിനാണ് ഇവർക്ക്, ഇത് ഏകദേശം 1 കിലോളം ഉണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ വാങ്ങി വെക്കും. എന്നിട്ട് ഞാൻ കൊറോണ തുടങ്ങുന്നതിന് മുമ്പ് വാങ്ങി വെച്ചതാണ് ഇതുവരെ ഉപയോഗിച്ചത്. ഏകദേശം 2 മാസത്തോളം ഒരു കേടും കൂടാതെ ഫ്രിഡ്ജിലിരുന്നു. അപ്പം അതൊക്കെ എങ്ങനെ വെക്കാം എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് അല്ലി അടർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാം. എന്നിട്ട് ഇനി ഇതൊരു എൻ്റെ ഒരു പഴയ ഒരു കപ്പാണ്. ഇത് ടു ഗോ നമ്മൾ കോഫിയൊക്കെ കൊണ്ടുവന്നൊരു കപ്പാണ്. ഇത് പഴയതാണ്, ആരും ഉപയോഗിക്കുന്നില്ല, ഇത് കേടായതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പഴയ ഒരു കുക്കറോ അങ്ങനെ എന്തെങ്കിലും ടൈറ്റായിട്ട് നമുക്ക് എയർ അടച്ചു വെക്കത്തക്ക രീതിയിലുള്ള ഒരു സ്നാപ്പ് സ്റ്റീലുള്ള എന്താണെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. എന്നിട്ട് നമ്മളിതെല്ലാം ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഇത് അടച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുലുക്കണം. അതിപ്പോൾ നമുക്ക് കൈക്ക് നല്ല എക്സസൈസ് ആണ്, ഇങ്ങനെയാണ് കുലുക്കേണ്ടത്. അപ്പം കൈക്ക് നല്ല എക്സസൈസ് ആണ്. അത് കൂടാണ്ട് നമുക്കിപ്പോൾ കുട്ടികളുടെ അടുത്ത് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ TV കാണുന്ന സമയത്തോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിതൊന്ന് കുലുക്കട്ടെ. അപ്പം നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ കുക്കറിലും ഇട്ട് കുറച്ച് കുലുക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ കപ്പിനകത്ത് നമ്മൾ ഇടുമ്പോൾ നിറച്ചിടരുത്. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തൊലിയെല്ലാം പോയി ഇതായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാണ്. നമ്മൾ ഏത് പാത്രത്തിൽ നമ്മുടെ സ്റ്റീലിൻ്റെ ചോറ്റുപാത്രത്തിനകത്താണെങ്കിലും ഇത് വർക്ക് ചെയ്യും. നന്നായിട്ടൊന്ന് കുലുക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഒന്നും പൊളിച്ചിട്ടില്ല, ഇതങ്ങനെ തന്നെ എല്ലാം പൊളിച്ച് തൊലി വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലതിന് ചിലപ്പോൾ 1-2 പ്രാവശ്യം കൂടെ നമുക്കൊന്ന് കുലുക്കേണ്ടി വരും. നമ്മൾ ഉണങ്ങിയതാണെങ്കിൽ പെട്ടെന്ന് അത് വിട്ട് കിട്ടും. പിന്നെ ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് പാത്രത്തിൽ നിങ്ങൾ ഇട്ടാലും അതിനകത്ത് ഒട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. കാരണം വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു പാത്രത്തിലൊന്ന് നിരത്തിയിട്ടിട്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വേണം നമ്മളിത് സൂക്ഷിക്കാനായിട്ട് വെക്കാനായിട്ട്. അപ്പം ഞാനിത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇതിനി എങ്ങനെ സൂക്ഷിക്കാം എന്ന് കാണിക്കാം. ഇപ്പോൾ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ഇങ്ങനൊരു വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ട് ഒരു കത്തി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ഇങ്ങനെ പൊളിഞ്ഞു വരും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇത് പൊളിച്ചെടുക്കാം. അപ്പം മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മളിതുപോലെ അടർത്തിയെടുത്ത വെളുത്തുള്ളി അല്ലിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു ഇളം ചൂടുവെള്ളം ഇതിലൊന്ന് ഒഴിച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം ഇതിങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളൊന്ന് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തോലെല്ലാം പോകും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ട് 5 മിനിറ്റായി. ഇപ്പം നമുക്കിങ്ങനെ കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഉതിർന്ന് പോരും. ഇതുപോലെ ഇതിങ്ങനെ പൊളിച്ച് എളുപ്പം തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞു പോരും. പിന്നെ ഇതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി എടുക്കുന്ന വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു പാത്രത്തിൽ നിരത്തി ഫാൻ്റെ അടിയിൽ വെച്ച് ഒന്ന് ഉണക്കി എടുത്തിട്ട് വേണം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാൻ. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ ഭയങ്കര ഈസിയാണ്. 5 മിനിറ്റ് ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ടു. തിളച്ച വെള്ളമൊന്നും ഇട്ട് വെക്കരുത്, വെന്ത് പോവും. അപ്പോൾ അതുകൊണ്ട് ഇളം ചൂടുവെള്ളത്തിൽ കൈ ഇടാൻ പാകത്തിനുള്ള വെള്ളത്തിൽ വേണം നമ്മൾ ഇടാനായിട്ട്. ഓക്കെ. അപ്പം നമുക്ക് ഈ വെളുത്തുള്ളി എങ്ങനെ ഇനി സ്റ്റോർ ചെയ്ത് വെച്ച് ഒരു മാസത്തിൽ കൂടുതൽ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ഞാൻ പൊളിച്ച വെളുത്തുള്ളി എല്ലാം ഫാൻ്റെ അടിയിൽ വെച്ച് ഉണക്കി ഇതിൽ വെള്ളമൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ടുള്ളതാണ്. അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ വെളുത്തുള്ളിക്ക് തന്നെ ഉപയോഗിച്ചിരുന്ന കുപ്പിയാണ്. ഇത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇനി ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇവിടെ പേപ്പർ ടവൽ ഒരു ചെറിയ പീസായിട്ടാണ് വരുന്നത്. ഇതിങ്ങനെ 4ആയിട്ട് മടക്കി. ഇപ്പോൾ ഈ കുപ്പിയുടെ വായ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് മടക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം വേണമെങ്കിൽ നമ്മളൊരു തവിയുടെ മൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊസിഷൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ വെളുത്തുള്ളിയൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്.
അപ്പം നമ്മൾ ഈ കുപ്പിയിൽ ഈ പൊളിച്ച വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോണത് വേറൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ 4ആയിട്ട് മടക്കി ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഞാൻ പല കുപ്പികളിലായിട്ടാണ് വെക്കണത്. ഇപ്പോൾ വലിയ കുപ്പിയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം അബ്സോർബ് ചെയ്യും. പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പം ഇടയ്ക്ക് ഇത് ഈ ടിഷ്യൂ പേപ്പർ ഒത്തിരി വെറ്റാവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റിയിട്ട് പുതിയത് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഒട്ടും കേടാകാതെ 1 മാസത്തിൽ കൂടുതൽ ഇത് ഫ്രിഡ്ജിൽ കേടുകൂടാതിരിക്കും. അപ്പോൾ എന്നിട്ട് ഒരു നല്ല എയർ ടൈറ്റ് ക്യാപ്പിട്ട് നന്നായിട്ടൊന്ന് മുറുക്കി അടച്ച് ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ രണ്ടാമത് ഞാൻ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി അരച്ച് വെക്കും. അപ്പം ഞാൻ വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് അരയ്ക്കാറില്ല. ഞാൻ വെളുത്തുള്ളി വേറെ ഇഞ്ചി വേറെയാണ് അരച്ച് വെക്കാറുള്ളത്. എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി വേണ്ടാത്ത റെസിപ്പിക്കൊക്കെ പിന്നെ നമ്മൾ വേറെ വെളുത്തുള്ളി എടുക്കാൻ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പൊളിച്ചിട്ട് ഇത് നന്നായിട്ട് കഴുകി ഞാൻ ഫാനിൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിലൊട്ടും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളിയിലുള്ള സൾഫറൊക്കെ വെള്ളവുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നാരങ്ങ നീരോ ചിലരൊക്കെ ഈ വിനീഗർ ഒഴിച്ച് അരയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് ഇതിൻ്റെ കളറ് ബ്ലൂ കളറായി മാറിപ്പോവും. അതിനകത്ത് സൾഫേറ്റ് കോമ്പൗണ്ട്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പം അതൊന്നും ചേർക്കാതെ ഇതെങ്ങനെ സൂക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഇത് ഞാനൊരു ചെറിയ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഈ കുപ്പി നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയാണ്. അതിലേക്ക് ഞാനിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നിങ്ങൾക്കിത് വെറുതെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. ഒട്ടും എയർ ഇല്ലാത്ത എയർ ടൈറ്റുള്ള കണ്ടെയ്നർ ആണെങ്കിൽ 2 ആഴ്ച വരെ ഇരിക്കും. അതല്ല നിങ്ങൾക്ക് കൂടുതലുണ്ട് നമ്മൾ 1 മാസത്തേക്കൊക്കെ അരച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നുള്ള് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എണ്ണ. അത് ഞാൻ വെളിച്ചെണ്ണ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഒലിവ് ഓയിൽ ആയാലും സൺഫ്ലവർ ഓയിൽ ആയാലും അത് കേടുകൂടാതിരിക്കും. ഇതൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ തന്നെ അടച്ച് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 മാസം വരെ ഒരു കേടും കൂടാതെ ഇത് ഫ്രിഡ്ജിലിരിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ടിപ്പ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം വെളുത്തുള്ളി ഇനി മേലാൽ കേടാകാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ ആഗ്രഹമുണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. സോ ഇനിയും ഇതുപോലുള്ള റെസിപ്പി വീഡിയോസും അല്ലാതെ ടിപ്സ് ആൻഡ് ട്രിക്സുമായി ഇനിയും കാണും വരെ എല്ലാവർക്കും ബൈ.